ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മളൊരു പുതിയ സെമസ്റ്റർ ഇന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ഫോർത്ത് സെമസ്റ്റർ വരെയുള്ള എക്സാം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ക്ലാസ് തുടങ്ങാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്റർ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും പുതിയ ഒരു പേപ്പർ പഠിക്കാൻ റെഡി ആയിരിക്കുക. വളരെ ഈസി ആയിട്ടുള്ള പേപ്പറാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സിലബസ് പരിചയപ്പെടുത്തിയുള്ളൂ. സിലബസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ്സോട് കൂടി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇന്ന് സിലബസൊക്കെ നോട്ട്സിൽ ഫസ്റ്റിൽ എഴുതി സിലബസിനെ പറ്റി ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പേപ്പറാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പേപ്പറിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? സോഫ്റ്റ്വെയർ വിഷയക്കാരെ സംബന്ധിച്ച് പിന്നെ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതിനൊരു പ്രശസ്തിയില്ല, അത് നമുക്കറിയണ കാര്യമാണ്. സോഫ്റ്റ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട് ഈ ഒരു പേപ്പറിൽ. പഠിക്കാൻ ഈസിയാണെങ്കിൽ പോലും അത്രയും ഉണ്ട്. പിന്നെ നമുക്കറിയാം, ഒരു പ്രിസ്ക്രൈബ്ഡ് ബുക്കൊന്നുമില്ല. നമുക്ക് 3, 4, 5 റെഫറൻസ് ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ റെഫറൻസ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെ പഠിക്കുകയും വേണം. ഒരു വർഷം മാറാറുണ്ട്. ഇതിന് മുന്നത്തെ സിലബസ് പ്രകാരം വേറെ ടെക്സ്റ്റ് ബുക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. നിങ്ങളുടേതാണ് സിലബസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പുതിയ പേപ്പർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നിങ്ങളാണ് ആദ്യം എടുക്കുന്നത്, 2019 അഡ്മിഷൻ. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് എന്താണെന്നും അതിൻ്റെ ഫ്രെയിം വർക്ക് എന്താണെന്നും ഒക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റ് വർക്ക് ഉണ്ട് 6th സെമ്മിൽ, 5th സെമ്മിലും അതിൻ്റെ മിനി ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള സ്റ്റേജുകൾ, ഒറ്റയടിക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് അല്ല, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നത്. ആ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത്. അതിൽ അങ്ങനെ ആ ഒരു സ്റ്റെപ്പിനെ നമുക്ക് ഓരോരുത്തരും പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനോരോ മോഡൽസ് എന്നാണ് പറയുക. ഇപ്പോൾ വാട്ടർഫാൾ മോഡൽ എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത വാട്ടർഫാൾ, റാറ്റ് മോഡൽ, ഇൻക്രിമെൻ്റൽ മോഡൽ, എവല്യൂഷണറി മോഡൽ, അങ്ങനെ പല പല മോഡലുകളുണ്ട്. അത് ഓരോരുത്തരും ഓരോ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു മോഡലിന് എന്തെങ്കിലും ഡ്രോബാക്ക് വരുമ്പോൾ അടുത്തൊരു മോഡൽ ഡിഫൈൻ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ക്രം. ഇപ്പോൾ കൂടുതൽ സോഫ്റ്റ്വെയർ ഫേമിലൊക്കെ യൂസ് ചെയ്യുന്നത് സ്ക്രം പോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സാധാ മോഡലിൽ നിന്ന് അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു സ്വഭാവവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള പുതിയ ഡെവലപ്മെൻറ്റ് മോഡൽസാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ പഴയ മോഡൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആണ് ഫസ്റ്റിൽ പറയുന്നത്. 2 തരത്തിലുള്ള മോഡലുകൾ, പഴയ മോഡൽസും ഉണ്ട്, പുതിയ മോഡൽസും. പിന്നെ രണ്ടാമത്തെ മോഡ്യൂളിൽ പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന ഓരോ ഫേസുകളാണ് ഓരോ മോഡ്യൂളുകൾ. അതായത് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സാണ് ഫസ്റ്റിൽ വരുന്നത്. പിന്നെ മോഡലിങ്, പിന്നെ കോഡിങ്, ടെസ്റ്റിങ്, ഡിസൈനും കോഡിങ്ങും കൂടി ഒന്നിൽ, ഡിസൈനിങ് ആൻഡ് മോഡലിംഗ് ഒന്നിൽ പറയും. എന്നിട്ട് കോഡിങ്, ടെസ്റ്റിങ്, മെയിൻ്റനൻസ്, ഇതൊക്കെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിലുള്ള ഓരോ സ്റ്റേജുകളാണ്. അപ്പോൾ ആദ്യം തന്നെ റിക്വയർമെൻറ്റ്സ്, അതിനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്സ് കണ്ടെത്തുക. ആ റിക്വയർമെൻറ്റ്സ് എങ്ങനെയൊക്കെ കണ്ടെത്തണം, അത്തരം കാര്യങ്ങളാണ് യൂണിറ്റ് 2 പറയുന്നത്. ആ കിട്ടിയ റിക്വയർമെൻറ്റ്സിനെ എങ്ങനെ ഡിസൈൻ ചെയ്ത് മോഡലിങ് ചെയ്യാം, അതാണ് അതിനുള്ള ഡയഗ്രാംസ് ഏതൊക്കെയാണ്, ഡിസൈൻ ചെയ്യാനുള്ള ഡയഗ്രാംസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക, അത്തരം കാര്യങ്ങളാണ് മൂന്നാമത്തെ മോഡലിൽ പറഞ്ഞത്. പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്, അതാണ് ഓരോന്നും പറയുന്നത്. പിന്നെ ഈ ഡിസൈൻ ചെയ്യപ്പെട്ടതിന് എങ്ങനെ നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് മാറ്റാം. ആ ഒരു C ആയാലും C++ ആയാലും ജാവ ആയാലും അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായാലും അതിലേക്ക് എങ്ങനെ മാറ്റാം, അതാണ് 4ാമത്തെ യൂണിറ്റിൽ പറയുന്നത്. പിന്നെ ഈ കോഡിങ്ങിലുള്ള എറേഴ്സിന് കണ്ടെത്തലാണ് 5th മോഡ്യൂൾ. അതായത് ടെസ്റ്റ് ചെയ്യപ്പെടുക, ആ കോഡിങ്ങിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. അത്തരം കാര്യങ്ങൾ ആണ് 5th മോഡ്യൂൾ. മാത്രമല്ല
അതിന് ആവശ്യാനുസരണം മെയിൻ്റനൻസ് ചെയ്യുക, അതായത് അപ്ഡേഷൻ നടത്താം, പുതിയതായിട്ടുള്ള ഫീച്ചേഴ്സ് വരുമ്പോൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് മെയിൻ്റനൻസ് പറയുന്നത്. ഈ ടെസ്റ്റിങ്ങും മെയിൻ്റനൻസുമാണ് 5th മോഡുകളിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട സ്റ്റേജുകൾ. നമുക്ക് ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് ചെയ്യൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓരോന്നും ഡോക്യുമെൻ്റായിട്ട് ചെയ്യുന്നത് ആ ഒരു ഓർഡറിൽ. അപ്പോൾ ഇതാണ് സിലബസ് ഒന്ന് മനസ്സിലാക്കുക, സിലബസ് നോട്ട് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ നാളെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.